ജീവിതത്തിൽ മനുഷ്യർ എടുക്കുന്ന വളരെ വലിയൊരു തീരുമാനമാണ് ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത്. ഒരു നല്ല പങ്കാളിയെ എങ്ങനെ തിരഞ്ഞെടുക്കാം? പറഞ്ഞ് കറക്റ്റാണ്. ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ നമ്മൾ ജീവിതകാലം മുഴുവനാവണമെന്നില്ല, ബട്ട് നമ്മുടെ തീരുമാനത്തിൽ നമ്മൾ ആരുടെ കൂടെ ലൈഫ് ഷെയർ ചെയ്യുന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡിസിഷനാണ് പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത്. അതൊരു കല്യാണമായാലും ലിവ് ഇൻ റിലേഷൻഷിപ്പ് ആയാലും എന്തായാലും ചൂസിങ് എ പാർട്ട്ണർ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ലൈഫിനത് നല്ല രീതിയിൽ പൊക്കാൻ സാധിക്കും, നല്ല രീതിയിൽ അത് തീരെ മോശമാക്കാനും സാധിക്കുന്ന ഒരു തീരുമാനമാണത്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ആണുങ്ങൾക്ക് വിഷ്വലി സുന്ദരിയായ പെൺകുട്ടികളെ ചൂസ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ടാവും. സ്ത്രീകൾക്ക് അതുപോലെ ടെൻഡൻസി കാണുക കൂടുതൽ റിച്ച് ആയിട്ടുള്ളത് അല്ലെങ്കിൽ റിസോഴ്സ് ഹയർ പൊട്ടൻഷ്യൽ. അത് കറക്റ്റാ. കാരണം നമ്മൾ ജനറ്റിക്കലി നമ്മുടെ എവല്യൂഷന്റെ കാരണം കൊണ്ട് സ്ത്രീകൾ റിസോഴ്സ് നോക്കുന്നു. അതായത് നമുക്ക് സ്വത്തും ജോലിയൊക്കെ ഉണ്ടെങ്കിലാണല്ലോ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാനുള്ള റിസോഴ്സ്. അത് ജനറ്റിക് ആണ്, കറക്റ്റാണ്. പുരുഷന്മാരാണെങ്കിൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് സ്ത്രീകളുടെ സൈഡ് നോക്കുന്നത് സൗന്ദര്യമാണ്. പക്ഷെ ഇത് രണ്ടും നമ്മുടെ ജനറ്റിക് ഇതാണെങ്കിലും നമ്മൾ അതിൽ കൂടുതൽ ചിന്തിക്കണം. കാരണം ഇത് പോരാ, അറിയാലോ. സൗന്ദര്യവും പൈസയും നോക്കിയിട്ട് കാര്യമില്ല. ലൈഫ് ലോങ് ജീവിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. പങ്കാളി അതൊന്നുകൂടി വിശദീകരിക്കാമോ? കമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും പെർഫെക്റ്റ് അല്ല. നമ്മളും അല്ല, വേറെ വ്യക്തിയും അല്ല, ഒരു മാരേജും അല്ല. അതാണ് വാസ്തവം. പെർഫെക്റ്റ് ആളെ നോക്കുന്നതിൽ ഒരു അർത്ഥമില്ല. എന്ന് പറഞ്ഞാലും നമ്മൾക്ക് രണ്ട് വ്യക്തികൾ, ഒരു പുരുഷനും സ്ത്രീ എന്ന് തന്നെ പറയാൻ പറ്റില്ല, രണ്ട് സ്ത്രീയോ രണ്ട് പുരുഷനോ ആവാലോ. രണ്ട് വ്യക്തികൾ വ്യത്യസ്ത സ്വഭാവമുള്ളവർ ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ എളുപ്പമല്ല, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതിൻ്റെ മെയിനായിട്ട് ബ്രിഡ്ജ് ചെയ്യുന്ന ഒരു സാധനമാണ് സെക്ഷുവാലിറ്റി. അത് നന്നായിട്ട് പോയാൽ എത്ര വഴക്കും വക്കാണോ വ്യത്യാസം ഉണ്ടെങ്കിലും കുഴപ്പമില്ലാതെയൊക്കെ വണ്ടി തട്ടിമുട്ടി പോവും. എന്നിരുന്നാലും രണ്ട് വ്യത്യസ്തകളിലും കുറച്ച് സിമിലാരിറ്റി, രണ്ടും ബ്രിഡ്ജിങ് ആണ്. ഒരാൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യും, മറ്റേ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പാലം പണിയുന്ന പോലെയാണ്, ഒരു കരയുടെ അപ്പുറം ഇപ്പുറയും. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ എത്ര പാലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പണിയണം എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ്. നമ്മൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ആക്ച്വലി ഡിഫിക്കൽട്ടായിരിക്കും ലൈഫ്. വ്യത്യാസങ്ങൾ പല മേഖലയിലാവാം, സ്വഭാവത്തിലാവാം, അല്ലെങ്കിൽ സ്വത്തിൻ്റെ കാര്യത്തിൽ, എക്കണോമിക്കലാവാം, ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാവാം, പല കാര്യത്തിൽ. പേഴ്സണാലിറ്റി. ഒരാൾ പെർഫെക്ഷനിസ്റ്റും മറ്റേയാൾ അങ്ങേയറ്റം ഡിസോർഗനൈസ്ഡ് ആണെങ്കിൽ അവർ ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പങ്കാളിയായിട്ട് കുറച്ച് സിമിലാരിറ്റി ഉണ്ടെങ്കിൽ നല്ലതാണ്. പണ്ടത്തെ അറേഞ്ച് മാരേജിൽ ഈ പേരൻസ് അന്വേഷിക്കുമ്പോൾ അവരുടെ സെയിം റിലിജ്യൻ, സിമിലർ കൾച്ചർ, സിമിലർ സ്വഭാവം, സിമിലർ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെ നോക്കിയിട്ട് കല്യാണം കഴിപ്പിച്ചിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് ഇഷ്ടപ്പെട്ട്. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ വലിയ തെറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാച്ചിങ് കൂടുതലാണ്. കാരണം സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറേഞ്ച്ഡ് മാരേജും ലവ് മാരേജും നോക്കിയാൽ ലവ് മാരേജിന് ഫെയിലിയേഴ്സ് ഒപ്പമല്ല, അതിൽ കൂടുതലുണ്ട്. ലവ് മാരേജ് പാടില്ല എന്ന് പറയുന്നത് വേണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ചിങ് നോക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം റിലീജിയസ് ഡിഫറൻസ് വരുമ്പോൾ ഇനീഷ്യൽ ഫേസിൽ ഒരു ലവ് മാരേജിൽ എന്താ ഉണ്ടാവണേ? കണ്ടിഷ്ടപ്പെടുമ്പോൾ എന്താ ഉണ്ടാവണേ? കണ്ടിഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ഹോർമോൺസ് ചേഞ്ച് ചെയ്യും. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ല, ചില കാര്യങ്ങൾ നമ്മൾ കാണിക്കില്ല. ഫോളിങ് ഇൻ ലവ് അത് കാണിക്കില്ല. ഫോളിങ് ഇൻ ലവിൽ എന്താ സംഭവിക്കണേന്നറിയോ? കെമിസ്ട്രി, സയൻറ്റിഫിക്കലി ഒരു വ്യക്തിയുടെ അടുത്ത് ഒരു സെക്ഷൽ അട്രാക്ഷൻ തോന്നുമ്പോൾ ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോജിക്കൽ ബ്രെയിൻ, തിങ്കിങ് ബ്രെയിൻ ഗ്രേ മാറ്ററാണ്. പ്രേമം എന്ന് പറയുന്നത് വേറെ ലൈനാണ്. നമ്മുടെ ലോജിക്കൽ തിങ്കിങ് കട്ട് ഓഫ് ചെയ്യും. നിയോകോർട്ടെക്സ് കട്ടാവോ അതോ നമ്മുടെ ഗ്രേ മാറ്റർ കട്ട് ഓഫ് ആയിട്ട് നമ്മുടെ ലിംബിക് സിസ്റ്റം, അതായത് നമ്മൾ ഫോളിങ് ഇൻ ലവ്, ഒരാളുടെ അടുത്ത് പ്രേമം വരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കില്ല. അതുകൊണ്ടാണ് ലവ് ഇസ് ബ്ലൈൻഡ്, ഫോളിങ് ഇൻ ലവ് എന്നൊക്കെ പറയണത്. അപ്പം ആ വ്യക്തിയുടെ ഒരു കുറവുകളും ആ സ്റ്റേജിൽ കാണില്ല. ആ വ്യക്തിയുടെ നല്ലത് മാത്രം കാണുള്ളൂ ആ സമയത്ത്. പക്ഷേ ആ ഒരു സ്റ്റേജ് നമുക്ക് ഡോപ്പമീനോ ഓക്സിറ്റോസിൻ സെറട്ടോണിൻ റിലീസ് ആവുന്ന സ്റ്റേജ് ഷോർട്ട് ലിവ്ഡ് ആണ്. 2 months to 2 years എന്നാണ് അത് കണക്കുകൾ പറയുന്നത്. അപ്പം എന്തുണ്ടാവുന്ന വെച്ചാൽ ഒരു വർഷത്തിലൊക്കെ ആദ്യം കാണുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആണ്, നമുക്കെല്ലാം മാച്ചിങ് ആണെന്ന് തോന്നുമെങ്കിലും പിന്നീട് റിയാലിറ്റി കാണുന്നു. അപ്പോൾ അവർ കല്യാണം കഴിക്കുകയാണെങ്കിൽ റിയാലിറ്റി വരുന്ന സ്റ്റേജിൽ ആളുടെ കുറവുകൾ മാത്രം കാണാൻ തുടങ്ങും. അപ്പോൾ ഒരു 2 years 3 years കഴിയുമ്പോഴാണ് റിയാലിറ്റി മനസ്സിലാവണേ. പിന്നെ കൂടുതൽ ജീവിക്കുമ്പോഴാണ് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ്,
ബിൽ പേയ്മെൻറ്റ് സ്റ്റേജ് എന്ന് പറയും. ബില്ല് അടയ്ക്കണ സ്റ്റേജ് വരുമ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുക. കാരണം അതിനകത്ത് പ്രാക്ടിക്കലായിട്ട് ഒരുപാട് ഡിഫിക്കൽട്ടി വരും. അതിൻ്റെ അടുത്തത് കുട്ടികളുണ്ടാവുന്ന സ്റ്റേജിൽ അവിടെ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഡിഫറെൻറ്റ് റിലീജിയൻ ആണെങ്കിൽ അതുവരെ നന്നായിട്ട് പോകുന്നവർ കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ വഴക്കുണ്ടാവും. എന്ത് പേരിടണം, ഏത് റിലീജിയനിൽ ചേർക്കണം, എന്ത് പേരിടണം, കുട്ടീനെ എങ്ങനെ വളർത്തണം. പിന്നെ ഈ കുട്ടിയുടെ പേര് അല്ലെങ്കിൽ കുട്ടികളുടെ പേരും പറഞ്ഞാണ് മിക്ക ദമ്പതിമാരും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, വേറെ കാസ്റ്റ് അല്ലെങ്കിലും. കാരണം അതിനകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കല്യാണത്തിന് മുമ്പ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വ്യക്തികളുമായിട്ട് പങ്കാളിയായിട്ട് കല്യാണത്തിന് മുമ്പ് തന്നെ തുറന്ന് സംസാരിക്കണം, നല്ല രീതിയിൽ തുറന്ന് സംസാരിക്കണം. ഗോൾസ് എന്തൊക്കെയാണ്, ഗോൾസ് നിങ്ങൾക്ക് എന്താ വേണ്ടത് ഫ്യൂച്ചറിൽ, ഏത് രാജ്യത്ത് ജീവിക്കണം, എന്ത് ജോലി ചെയ്യണം, എങ്ങനത്തെ വീട്ടിൽ ജീവിക്കണം, എങ്ങനത്തെ കുട്ടികൾ വേണോ വേണ്ടയോ, എങ്ങനത്തെ ലൈഫ് വേണം. ലൈഫ് ആസ്പിറേഷൻസ് മനസ്സിലാക്കണം, പോകാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വഞ്ചി പോവാണെങ്കിൽ രണ്ടാളും അപ്പുറത്തിപ്പുറത്ത് നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തുഴഞ്ഞാൽ എവിടെ എത്തില്ലല്ലോ. ഒരു വശത്തേക്ക് തുഴഞ്ഞാലല്ലേ ഒരു സ്ഥലത്ത് എത്തുള്ളൂ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഗോൾസിനെ കുറിച്ച് നമ്മൾ ക്ലിയർ ആയിട്ട് ബിഫോർ മാരേജ് ആണ്, ആഫ്റ്റർ മാരേജ് അല്ല. അത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ പലർക്കും പാസ്റ്റ് ലൈഫ് ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ട് പാസ്റ്റ് ലൈഫ്. ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ടാവും, മൾട്ടിപ്പിൾ ഉണ്ടാവും, ചിലപ്പോൾ അതിനകത്ത് ടെർമിനേഷൻ പോലും ഉണ്ടാവും, STD ഉണ്ടായിട്ടുണ്ടാവാം, എന്ത് വേണമെങ്കിലും ഉണ്ടാവാം അല്ലേ, അസുഖങ്ങൾ ഉണ്ടാവാം, ക്യാൻസർ ഉണ്ടായിട്ടുണ്ടാവാം. ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. ഇത് തുറന്ന് പറയണോ വേണ്ടയോ? കല്യാണത്തിന് മുമ്പ് പറയണം. മിക്കവരും ചെയ്യോ ഇല്ലയോ? മിക്കവരും ചെയ്യും, ആക്ച്വലി ചെയ്യില്ല. നമ്മളുടെ കല്യാണ മാർക്കറ്റ് എന്ന് പറയുന്നത് നല്ല തട്ടിപ്പാണ്. ഉള്ള കുറവുകളെല്ലാം കവറപ്പ് ചെയ്ത് ഇല്ലാത്തതെല്ലാം കാണിച്ചിട്ടാണ് ഇവിടെ കല്യാണങ്ങൾ നടക്കുന്നത്. ഈ പുറമേ ഉള്ള മോടികൾ ഭയങ്കര കൂടുതലാണ്. പല വ്യക്തികളും സ്വന്തം വീട് പോലും ആയിരിക്കില്ല, വാടക വീട് കാണിച്ചിട്ടായിരിക്കും കല്യാണം നടക്കുന്നത്. കല്യാണം കഴിയുമ്പോഴാണ് അറിയണത്. എത്രയോ പേഷ്യൻസ് വന്ന് എന്തോരം കഥകളുണ്ടെന്ന് അറിയാമോ? കല്യാണ മാർക്കറ്റിൽ ഫേക്ക് ഭയങ്കര കൂടുതലാണ്. ഈവൻ നല്ല ക്ലോസ് ആയിട്ട് അറിയാവുന്ന പോലും. ഇന്നലെ വിളിച്ചൊരു പേഷ്യൻറ്റിൻ്റെ ഇത് ഹിസ്റ്ററി പറയുമ്പോൾ സ്റ്റാഫ് പറയുമായിരുന്നു, കരച്ചിലോട് കരച്ചിൽ. ഈ പെൺകുട്ടി എത്രയോ ലക്ഷക്കണക്കിന് പൈസ കൊടുത്ത് കല്യാണം കഴിച്ച് ഇപ്പം അവർ വേറെ രാജ്യത്താണ്, UK പോയി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് മനസ്സിലാവണം ഇയാൾക്ക് മുഴുവൻ റിലേഷൻഷിപ്സാണ്. അയാളിട്ട് അതിൻ്റെ കയ്യിൽ പ്രൂഫ് വരെ ഉണ്ട്, ബാങ്ക് അക്കൗണ്ടുകൾ എടുത്ത് മൊത്തം ഇതാണ്. ഒരുപാട് റിലേഷൻഷിപ്സ് ഉള്ള ആളെ ഇതൊന്നും അറിയാതെ പോവാണ് വേറെ രാജ്യത്ത്. ഇതിൻ്റെ വീട്ടുകാരോട് ഇത് എന്ത് പറയും? ഇത്രയും കഷ്ടപ്പെട്ട് കെട്ടിച്ചത്. അപ്പം ഇതൊന്നും അന്വേഷിച്ചില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം അന്വേഷിച്ച്, എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. കല്യാണം കഴിഞ്ഞ് നിന്നപ്പോഴാണ് ഈ അറിയണേ, അതും വേറെ രാജ്യത്ത്. ഈ പെൺകുട്ടി എന്ത് ചെയ്യും? ആരോട് പോയി പറയും? എന്ത് ചെയ്യും? ഇത്രയും വീട്ടുകാർ ചെയ്തു. സോറി, അത് കുഴപ്പമൊന്നുമില്ല, ഇമോഷണലായില്ലേ, അതിനൊരു കുഴപ്പമില്ല. അതായത് നമ്മൾ ഇങ്ങനത്തെ കഥകൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇമോഷണലാവും. ഭയങ്കര പെയിൻഫുള്ളാണ്. ഈ പേരൻസ് ജീവിതകാലം മുഴുവൻ കാശ് സേവ് ചെയ്തിട്ടല്ലേ ഈ കുട്ടികളെ കല്യാണം കഴിപ്പിക്കണേ. അന്വേഷിച്ചാലൊന്നും സത്യാവസ്ഥ അറിയാൻ പറ്റില്ല. ഈ പുറത്തെ രാജ്യത്തുള്ളവരുടെ ഒട്ടും അറിയാൻ പറ്റില്ല, ഇവിടുത്തെ തന്നെ അറിയാൻ പറ്റില്ല. അത് പോരാത്തതിന് ആൾ ഡ്രഗ് അഡിക്റ്റുമാണ്. അപ്പോൾ ഈ പെൺകുട്ടിക്ക് പേടി, 3 മാസം കൂടെ ഉണ്ടായിരുന്നു, എന്തൊക്കെ STD ഉണ്ടെന്ന് അറിയില്ല എന്നും പറഞ്ഞാണ് ഈ കുട്ടി വിളിക്കണത്. വളരെ കഷ്ടമാണ്. ഇങ്ങനത്തെ 1ഉം 2ഉം അല്ല, ഒരുപാട് ലൈഫ് മാത്രമല്ല ഹെൽത്തും കൂടി. അതുപോലെ തന്നെ വേറൊരു പേഷ്യൻ്റ് ഉണ്ട്. അത് ഹസ്ബൻഡ് 2 പിള്ളേരെ കഴിഞ്ഞാൽ അറിയുന്നത് ഈ സ്ത്രീ കാണുന്ന എല്ലാവരുടെയും കൂടെ, എല്ലാ ഇൻസ്റ്റയിലും വാട്സപ്പിലും വരുന്ന ഹായ് പറയുന്നവരോടെയും പോകുന്ന ഒരു സ്ത്രീ. അയാൾക്കാണെങ്കിൽ 2 കുട്ടികളായി കഴിഞ്ഞത് അറിയണേ. അപ്പോൾ അയാൾ പറയണത് എനിക്ക് എൻ്റെ ഭാര്യ വേണം, എൻ്റെ ഫാമിലി വേണം, ഒന്ന് ശരിയാക്കി തരുമോയെന്നാണ് ചോദിക്കണേ. അവരുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവരുടെ പാസ്റ്റ് ട്രോമയാണ്. ഒത്തിരി ട്രോമാറ്റിക് ലൈഫായിട്ട് അവർ റെബല്യസ് ആയി. അപ്പോൾ വ്യക്തികളുടെ പ്രോബ്ലം ആയിരിക്കില്ല പലപ്പോഴും, അവർക്ക് ചൈൽഡ്ഹുഡിലെ ട്രോമ, ചൈൽഡ്ഹുഡിലെ ഇമോഷണൽ അബ്യൂസ്, പേരൻസ് നോക്കാത്തത്, സെക്ഷുവൽ അബ്യൂസൊക്കെ കൊണ്ടാണ് അവരിങ്ങനെ ആവണത്. ഒരു പരിധിവരെ ട്രീറ്റബിളാണ്. അപ്പോൾ കല്യാണം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതിനകത്ത് അതുകൊണ്ടാണ് ഓപ്പൺ. അപ്പോൾ ഐഡിയലി ട്രസ്റ്റ് വരണം. ഒരു 2 വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് ജീവിക്കുന്ന ട്രസ്റ്റ് വേണം. സർജറികളോ ട്രോമകളോ റിലേഷൻഷിപ്പ് പ്രോബ്ലംസോ എല്ലാം ഉള്ളത്, ക്യാൻസർ എന്തായാലും തുറന്ന് പറയണം. തുറന്ന് പറഞ്ഞിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യുന്ന പങ്കാളിയായിരിക്കും നല്ല പങ്കാളി.
തുറന്ന് പറയാതെ നുണ പറയുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഇത് കേട്ട ആക്സെപ്റ്റ് ചെയ്യാത്ത പങ്കാളി റൈറ്റ് ആയിരിക്കില്ല. കല്യാണം കഴിഞ്ഞാലും പിറ്റേ ദിവസം പിറ്റേ മിനിറ്റ് സംഭവിക്കാമല്ലോ, ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവാമല്ലോ, ആളുടെ കാല് പോവാമല്ലോ. അപ്പോൾ കല്യാണത്തിന് മുമ്പ് എന്ത് സംഭവിച്ചാലും തുറന്ന്. അപ്പോൾ ട്രസ്റ്റ്, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. പിന്നെന്തായിരിക്കും ഇമ്പോർട്ടൻ്റ്? കെമിസ്ട്രി. അപ്പോൾ കെമിസ്ട്രിയുടെ കാര്യം പറയുമ്പോൾ ഇസ് ഇറ്റ് റിയൽ, അങ്ങനെ ഒന്നുണ്ടോ? കെമിസ്ട്രി എന്ന് പറയുന്നത് നമ്മൾ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി അല്ല, ബയോളജി അല്ല, റിലേഷൻ ഉണ്ട്. സെക്ഷുവൽ കെമിസ്ട്രി നല്ല തമാശയാണ്. നമുക്ക് ഒരു വ്യക്തിയുടെ അടുത്ത് കല്യാണം കഴിക്കാമെന്ന് തോന്നുകയാണെങ്കിൽ അതിന് മുമ്പ് സെക്ഷുവൽ ഇത് തോന്നുമോ ഇല്ലയോ? എങ്ങനെയായിരിക്കണം? ഐഡിയലി തോന്നണം. യൂഷ്വലി സയൻറ്റിഫിക് സ്റ്റഡീസ് അനുസരിച്ച് ഒരു വ്യക്തിയായിട്ട് ഇടപഴകുകയാണെങ്കിൽ ബോയ് ഫ്രണ്ട് ആയാലും ഒരു 4 to 6 വീക്സ് ആകുമ്പോഴെങ്കിലും ഇത് തുടങ്ങണം. ഒരു ഫീലിംഗ് ഓഫ് ഇത് വരണം. ഇമ്മീഡിയറ്റ്ലി വരണം നിർബന്ധമില്ല. ഒരു 4 ആഴ്ചയായിട്ട് ഒരു അട്രാക്ഷൻ തോന്നുന്നില്ലെങ്കിൽ, ഒന്നും തോന്നുന്നില്ലെങ്കിൽ അത് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഒരു പേഷ്യൻറ്റിൻ്റെ കഥ പറയാം. ഈ പേഷ്യൻ്റ് കൺഫ്യൂസ്ഡ് ആണ്. ഇവർക്ക് കല്യാണം ഉറപ്പിച്ചു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 1 year ആയി ഉറപ്പിച്ചിട്ട്. കല്യാണം ഉറപ്പിച്ചു, പക്ഷെ അയാളുടെ അടുത്ത് എത്ര മൂവ് ചെയ്തിട്ട് ഇതിനൊന്നും തോന്നുന്നില്ല ഈ പെൺകുട്ടിക്ക്. അപ്പോൾ ഈ പെൺകുട്ടി ഇതൊന്നും തോന്നുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലം ഇതിൻ്റെ കൊളീഗിൻ്റെ അടുത്ത് ഇതൊക്കെ ഡിസ്കസ് ചെയ്യുവാണ് ഡെയിലി. ഇയാളിങ്ങനെ വിളിക്കുന്നുണ്ട്, പക്ഷെ എനിക്കൊന്നും തോന്നണില്ല. അന്ന് വന്ന് ഈ കൊളീഗില്ലേ, അതൊരു അൺമാരീഡ് വ്യക്തിയായിരുന്നു. അയാളുടെ അടുത്ത് കെമിസ്ട്രി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ബെസ്റ്റി. അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ അടുത്ത്. അപ്പോൾ പിന്നെ അത് കോംപ്ലിക്കേറ്റഡ് ആയി. അപ്പോൾ പെൺകുട്ടിയുടെ കൺഫ്യൂഷൻ ഇപ്പോൾ കല്യാണം ഉറപ്പിച്ചു വെച്ച ആളെ കല്യാണം കഴിക്കണോ അതോ ബെസ്റ്റിനെ കല്യാണം കഴിക്കണോ എന്നാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബെസ്റ്റി പല കാരണങ്ങൾ കൊണ്ടും ഇവർക്ക് മാച്ചിങ് അല്ല. അപ്പോൾ ഈ ലേഡിക്ക് ബെസ്റ്റിനെ കല്യാണം കഴിക്കണ്ട. കാരണം എന്താ വെച്ചാൽ ആളുടെ ജോലി ശരിയില്ല, അത് ശരിയില്ല, അവരുടെ റിലിജിയൻ വേറെ, അങ്ങനത്തെ പ്രശ്നങ്ങൾ. പക്ഷേ കെമിസ്ട്രി ഉണ്ട്. ഷി വാണ്ട്സ് ടു ലിവ് വിത്ത് അതർ പേഴ്സൺ. ആളെ ഇഷ്ടമാണ്, ഫ്രണ്ട്ലി ആണ്, പക്ഷെ ആളുടെ അടുത്ത് കെമിസ്ട്രി വരുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് അത്യാവശ്യം കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ആൻസർ ഇല്ല. പലപ്പോഴും ഇതിന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കൗൺസിലിങ്ങും അവരുടെ ചൈൽഡ്ഹുഡ് ഇതെല്ലാം നമ്മൾ നോക്കണം. സർക്കംസ്റ്റാൻഷ്യൽ ആയിരിക്കാം. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ആൻസർ കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു യെസ് ഓർ നോ ഇതില്ല. അപ്പോൾ ഈ സെക്ഷൽ കെമിസ്ട്രിയുടെ ഇത് ചില കേസസിൽ തോന്നും, ചില കേസിൽ തോന്നത്തില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കേസാണ് ഇപ്പോൾ. പക്ഷേ ഇതിൻ്റെ പുറകിൽ നടക്കുന്നത് എന്താണ്? അതെന്തെങ്കിലും പ്രോഗ്രാമിംഗ് ഉണ്ടോ? പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ അടുത്ത് അട്രാക്ഷൻ തോന്നുമ്പോൾ ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഡോപ്പമീൻ, ഈ കെമിക്കൽസ് റിലീസ് ആവും. അപ്പോൾ ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലേ ആണ്. ഫോർ എക്സാമ്പിൾ, ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഈസ്ട്രജൻ ഭയങ്കര ഹൈ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഇടപഴകുന്ന പുരുഷന്മാരോട് അട്രാക്ഷൻ തോന്നാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഈ ഓവുലേഷൻ ഇല്ലാത്ത സ്ത്രീകൾ, അതായത് ഇപ്പോൾ പോളിസിസ്റ്റിക് ഓവറി ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ചിലപ്പോൾ വരില്ല, ചില മാസം വരില്ല, ചിലവർക്ക് വരില്ല. അതല്ലെങ്കിൽ കോൺട്രസെപ്റ്റീവ് പില്ല് കഴിക്കുമ്പം അവരുടെ ഇതിനകത്തൊരു ഡിഫറൻസ് ഉണ്ട്. എല്ലാ ദിവസവും ഒരേ ലെവലിൽ ഹോർമോൺ. അപ്പോൾ സ്റ്റഡീസ് കാണിച്ചേക്കണത് എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മൾ ഫെറോമോൺസ് ഉണ്ടല്ലോ, സ്മെല്ലുണ്ടല്ലോ, ആ സമയത്ത് നമ്മളൊരു പൊട്ടൻഷ്യൽ മേറ്റിനെ തിരഞ്ഞെടുക്കുന്നത് ഭയങ്കര റോങ് ആണത്രേ പില്ല് കഴിക്കണ സമയത്ത്. ഇപ്പോൾ ഹോർമോൺ പില്ല് കഴിക്കുമ്പോൾ നിങ്ങൾ മേറ്റിനെ ചൂസ് ചെയ്യാൻ പാടില്ല സ്റ്റഡീസ് അനുസരിച്ച്. കാരണം ഫെറോമോൺസ് നമ്മൾ സ്മെല്ല് ഇഷ്ടപ്പെടുന്നത് ഓൾട്ടർ ആവുമെന്ന്. അപ്പം അതിനകത്ത് കുറേ സയൻസ് ഉണ്ട്. അത് അത്ര ഒരു സിമ്പിൾ സബ്ജക്റ്റ് അല്ല, സയൻസ് ഉണ്ട്. അത് മാത്രമല്ല, കല്യാണം കഴിക്കാൻ ചൂസ് ചെയ്യുന്ന വ്യക്തി വേറെ ആയിരിക്കാം, സെക്ഷൽ ഇൻട്രസ്റ്റ് തോന്നുന്നതും വേറെ ആയിരിക്കാം. കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ അവർ നല്ല ജനറ്റിക് സ്പേമുള്ള വ്യക്തിനെ ആയിരിക്കും അവർക്ക് അട്രാക്ഷൻ തോന്നുന്നത്. അപ്പം നമ്മൾ ഇതുവരെ ലൈഫ് സ്റ്റൈൽ കോമ്പാറ്റബിലിറ്റി ഡിസ്കസ് ചെയ്തു, നമ്മൾ ഫിസിക്കൽ കോമ്പാറ്റബിലിറ്റി ഡിസ്കസ് ചെയ്തു, വാല്യൂസ് അതിന്റെ റോള് എക്സ്പ്ലെയിൻ. അതായത് നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ നല്ല വീട്, നല്ല ജോലി, നല്ല സ്ഥലം, ഇങ്ങനെയൊക്കെ മാത്രം ചിന്തിച്ചാൽ പോരാ. നമ്മൾക്ക് ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ടാവും, മറ്റേ വ്യക്തിക്ക് വാല്യൂസ് ഉണ്ടാവും. ഈ വാല്യൂസ് മാച്ച് ആയില്ലെങ്കിൽ വേറെ എന്ത് മാച്ച് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ ഏറ്റവും പ്രധാനം, എനിക്കിപ്പോൾ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ടെങ്കിൽ ആ സെറ്റ് ഓഫ് വാല്യൂ ഉള്ള പങ്കാളിനെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. വാല്യൂസ് എന്ന് പറയുന്നത് പല ലെവലിലുണ്ടല്ലോ, അല്ലാത്തത് നിൽക്കില്ല. പിന്നെ കല്യാണം കഴിഞ്ഞാൽ തിരിച്ചറിയണമെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോൾ കല്യാണം കഴിഞ്ഞു, അപ്പോൾ ഒരാൾ വളരെ കറപ്റ്റായിട്ടുള്ള ഒരു വ്യക്തിയാണ്, എപ്പോഴും കറപ്റ്റായിട്ട് പൈസയൊക്കെ ഇങ്ങനെ അങ്ങനത്തെ, മറ്റേ വ്യക്തി അങ്ങനെ ഒട്ടും അല്ലെങ്കിൽ എന്ത് ചെയ്യും? അവർ
ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് ഡയറക്ഷൻ വെവ്വേറെയാ, കംപ്ലീറ്റ്ലി വേറെ, ഭയങ്കര ഡിഫിക്കൽട്ട്. അതുകൊണ്ട് ആ കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് വരണം. നിങ്ങൾക്ക് ലൈഫിൽ എന്താ വേണ്ടേ, ഏതാ പ്രധാനം, മനസ്സമാധാനം പറഞ്ഞാൽ പെട്ടുപോകും. അല്ല, അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഓപ്പൺ ആയിരിക്കണം, അത് മാച്ച് ആവണം, വാല്യൂസും ഇൻറ്റഗ്രിറ്റിയും മാച്ച് ആയാലേ നിൽക്കുള്ളൂ. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കുറെ പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റുമെന്നാണ് ഇപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അതായത് ഇതെല്ലാം ചെക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാണ്, ഹിസ്റ്ററി എടുക്കുമ്പോൾ ഏതെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മേ ബി അത് ഹാൻഡിൽ ചെയ്യേണ്ടി വരും കല്യാണത്തിന് മുമ്പേ. ശേഷം ചെയ്യുന്നതിനേക്കാളും നല്ലത് കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പേ തന്നെ വ്യക്തിനെ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തരാം, എന്നിട്ട് ഉറപ്പിക്കാൻ പാടുള്ളൂ. ഉറപ്പിച്ചു കഴിഞ്ഞ് കല്യാണം മാറ്റാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കല്യാണം ഡിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കൗൺസിലിംഗ് ചെയ്യാൻ പറ്റുമോ? അപ്പം നമ്മൾ ആക്ച്വലി ഇപ്പോൾ കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്കിങ്ങനെ പ്രീ മെറൈറ്റൽ കൗൺസിലിംഗ് അങ്ങനത്തെ ഇത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ക്രിസ്ത്യൻസിൽ കുറച്ചുണ്ട്, ബാക്കി റിലിജൻസിൽ കുറവാണ്, കാര്യമായിട്ടില്ല പ്രീ മെറൈറ്റൽ കൗൺസിലിംഗ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ ആക്ച്വലി ഒരുപാട് റിക്വസ്റ്റ് ഉള്ളതുകൊണ്ട് വി ആർ സ്റ്റാർട്ടിങ് ഒരു കോഴ്സ് പോലെ തുടങ്ങുന്നുണ്ട്, പ്രീ മെറൈറ്റൽ. ഞാൻ പറയുകയാണെങ്കിൽ പ്രീ റിലേഷൻഷിപ്പാണത്. ബന്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങളത് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നമ്മൾ ഇപ്പം 1 ഡേ വെച്ചേക്കുന്നത്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ 1/2 hour വീതം ഒരുപാട് സബ്ജക്ട്സ് അതിനകത്ത്. അപ്പം അതിനകത്ത് ട്രസ്റ്റ്, കമ്മ്യൂണിക്കേഷൻ, ഓപ്പൺ, ഇത് അങ്ങനെ ഗോൾസ്, ഇതെല്ലാം ഡിസ്കഷൻ ഉണ്ടാവും. അതുകൂടാതെ പലർക്കും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ലൈക്ക് അനാറ്റമി, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പുരുഷൻ്റെ സ്ത്രീയുടെ വ്യത്യാസങ്ങൾ, സ്വഭാവത്തിൽ മാത്രമല്ല അനാറ്റമി, പിന്നെ സെക്ഷുവാലിറ്റി, ഇൻറ്റിമസി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കോൺട്രസെപ്ഷൻ, ഗർഭനിരോധന മാർഗങ്ങൾ, എന്ന് വെച്ചാൽ റിലീജിയസ് ഇതിൽ പറയുന്നേക്കാളും കൂടുതൽ മെഡിക്കലായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ സെക്ഷുവലി ട്രാൻസ്മിറ്റ്. പലർക്കും പേടിയാണ്. ഇപ്പം നമുക്ക് പേഷ്യൻസ് കുറേ വരുന്നത് STD വരുമോ കിട്ടുമോ എന്നുള്ള പേടി സ്ത്രീകൾക്കും ആണുങ്ങൾക്കും ഉണ്ട്. ചില കോൾസ് ഭയങ്കര തമാശയാണ്, എമർജൻസി ആയിട്ട് വരുന്ന കോൾസ്. കഴിഞ്ഞ മാസം ഒരു കോൾ വന്നത് നല്ല തമാശയാണ്. ഇങ്ങനെ മസാജ് സെൻറ്ററിൽ പോയി ഒരു പുരുഷൻ, വേറെ രാജ്യത്തായിരുന്നു, മസാജ് സെൻറ്ററിൽ പോയി, ഒന്നും അങ്ങനെ വിചാരിച്ചില്ല, പക്ഷെ എല്ലാം സംഭവിച്ചു പോയി, പ്രൊട്ടക്ഷൻ ഉണ്ടായില്ല, HIV വരുമോ എന്ന് പേടിച്ചിട്ട്, അങ്ങനത്തെ കുറേ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നോളജ് വെച്ച് അവർ അറിഞ്ഞുകൊണ്ട് അങ്ങനെ പോയതൊന്നുമല്ല. അങ്ങനെ പോയാൽ മറ്റേ വ്യക്തി എന്ത് ചെയ്യണം, പറയണോ വേണ്ടോ, അങ്ങനത്തെ കുറേ ഇഷ്യൂ. പിന്നെ കുറേ ഗിൽട്ട്. ഈവൻ എൻ്റെ വീഡിയോ കഴിഞ്ഞിട്ട് എന്നെ ഗിൽറ്റ് അടിച്ച് കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് എപ്പോഴും വയറ്റിൽ വേദനയാണ്, ഇപ്പം ഞാൻ കല്യാണത്തിന് മുമ്പ് പണ്ട് കുറേ പോയിട്ടുണ്ട്, അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എൻ്റെ അടുത്ത് നിന്ന് അവർക്ക് ഇൻഫെക്ഷൻ കിട്ടിയതാവാമെന്ന്. ഗിൽറ്റ് അടിച്ച് എനിക്ക് സമാധാനമില്ല, എനിക്ക് ഉറക്കമില്ല എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എല്ലാത്തിനും തീരുമാനമുണ്ട്. നമുക്ക് തെറ്റ് പറ്റിപ്പോയതുകൊണ്ട് നമ്മൾ ഗിൽറ്റാവണ്ട. തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കും, പക്ഷെ തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞാൽ അത് തന്നെ വലിയൊരു മൊമെൻ്റാണ്. അക്നോളജിങ് ദാറ്റ് സംതിങ് ഹാപ്പൻഡ്, എന്നെ കൊണ്ട് വേറൊരു വ്യക്തിക്ക് ബുദ്ധിമുട്ടെന്ന് തിരിച്ചറിയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതിനൊക്കെ നമുക്ക് സമാധാനം ഉണ്ടാക്കാം. ട്രീറ്റ്മെൻറ്റുകളുണ്ട്. STD ഒക്കെ വിശദമായിട്ട് വേറെ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങൾ പ്രീ മെറൈറ്റൽ ഒരു കോഴ്സായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ വിചാരിച്ചത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് സാറ്റർഡേ വെക്കാം, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെക്കാം. അപ്പോൾ നമുക്ക് 10-15 കപ്പിളിനെ വെച്ചിട്ട് ഇതുപോലെ ക്ലാസ്സസ് നടത്താൻ പറ്റും. അതിലപ്പോൾ നമുക്ക് പറ്റണ അത്രയും പോയിൻറ്റ്സ് കുറച്ച് വിശദമായിട്ട് ഇവരെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്രീമെറിറ്റൽ കൗൺസിലിങ്ങിൽ ഈ അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് അല്ലെങ്കിൽ ലവ് ലാംഗ്വേജസ് അത് വളരെ ഇമ്പോർട്ടൻ്റ്. അതായത് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വ്യക്തിയായിട്ട് ഇടപഴകുമ്പോൾ അവരുമായിട്ട് എങ്ങനെയാണ് അറ്റാച്ച്ഡ് ആവണം, അതായത് പങ്കാളികൾ തമ്മിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമ്മുടെ ചൈൽഡ്ഹുഡാണ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിനെ ഡിറ്റർമിൻ ചെയ്യണത്. സെക്യൂർ അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പങ്കാളിനെ തിരഞ്ഞെടുക്കുമ്പോൾ ആൾ സെക്യൂർ ആണെങ്കിൽ നമ്മുടെ ലൈഫ് സുഖമായിരിക്കും, ഈസി ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ അവരെ ചെറുപ്പത്തിലെ അവരുടെ കെയർ ടേക്കർ, അമ്മയാവാം പേരൻസ് ആവാം, നന്നായിട്ട് നോക്കിയവരാണെങ്കിൽ അവർക്ക് ടെൻഷനില്ല. പങ്കാളി ഇട്ടിട്ട് പോകുന്നു, ഫുൾ ടൈം അപ്രിസിയേഷൻ്റെ, അതിൻ്റെ ഒന്നും പ്രോബ്ലം ഇല്ല. അങ്ങനെയുള്ള വ്യക്തികൾ പങ്കാളികളെ നല്ലതാണ്. അപ്പം നിങ്ങൾ പങ്കാളീനെ ചൂസ് ചെയ്യുമ്പം അവരുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ നോക്കുക. ഇതിനകത്ത് അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻ്റ് ഉള്ളവരുണ്ട്, അതായത് പേരൻസ് നോക്കാത്ത ആൾക്കാരുണ്ട്. അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആരുമായിട്ട് ഇൻറ്റിമേറ്റ് ആവില്ല, അധികം ഒന്നും തുറന്നു പറയില്ല, ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അവർക്കെല്ലാം പറയാൻ പേടിയാണ്. നമ്മുടെ പങ്കാളി അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് അറിഞ്ഞ് തന്നെ റിലേഷൻ പോകണം, അത് ഡിഫിക്കൽട്ടായിരിക്കും. അവർ നിങ്ങളുടെ അടുത്ത് ഒരിക്കലും അടുക്കില്ല, ഇൻറ്റിമസി ആവില്ല. അപ്പം നിങ്ങൾ ഇൻറ്റിമസി ആവശ്യമുള്ള ആളാണെങ്കിൽ
അവോയ്ഡൻ്റ് ആണെങ്കിൽ അത് കഴിഞ്ഞു. കാരണം അവർ വെറുതെ ഒരു മെഷീൻ പോലെ നിങ്ങളുടെ കൂടെ ജീവിക്കും. നിങ്ങൾക്ക് അവരുടെ അടുത്ത് നിന്ന് പ്രകടന രീതിയിലൊരു സ്നേഹം കിട്ടില്ല. നിങ്ങൾക്ക് സ്നേഹം ആവശ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഡിഫിക്കൽട്ടാണ്. അതല്ല അവരുടെ ശമ്പളം മാത്രം മതിയെങ്കിൽ ഓക്കെ, പിടികിട്ടിയില്ലേ, പിന്നെ അത് അവോയ്ഡൻ്റ്. അപ്പോൾ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? അവരുടെ പേഴ്സണാലിറ്റി മൂവ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ ഈ ആങ്ഷ്യസ് എന്ന് പറയുന്ന വേറൊരെണ്ണമുണ്ട്. ആങ്ഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കെയർ ടേക്കർ അവരെ നോക്കിയപ്പം ഫുൾ ടൈം നോക്കിയിട്ടുണ്ടാവില്ല, ഇടയ്ക്ക് നോക്കും ഇടയ്ക്ക് നോക്കില്ല. അപ്പോൾ അവർക്ക് എന്താ പേടിയാണ്, വിട്ടിട്ട് പോവോ വിട്ടിട്ടോ, ഫിയർ ഓഫ് അബാൻമെൻറ്റ്. അപ്പം നമ്മൾ ആ പങ്കാളിയുടെ അടുത്ത് പോകുമ്പോൾ നമ്മൾ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ വിട്ടിട്ട് പോകുന്ന പേടി, എപ്പോഴും അവർ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പം നമുക്ക് തന്നെ മനസ്സിലാവും ഏത് നേരവും ഫോൺ വിളി, രാവും പകലും ഫോൺ വിളി, വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ ഉടനെ എന്താ എടുക്കാൻ ഇതെടുക്കാൻ. ആ ഒരു സാധനം നല്ലതല്ല. എപ്പോഴും രണ്ട് വ്യക്തികൾ തമ്മിൽ സ്പേസ് വേണം. നമുക്ക് സ്പേസ് തരുന്നില്ല, നമ്മുടെ സ്പേസിൽ അവർ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് എ ഗുഡ് സൈൻ. സെക്യൂർ അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനില്ലെങ്കിൽ നീ ഓക്കെയാണ് എനി ടൈം. നമ്മളിങ്ങനെ ഫുൾ ടൈം ക്ലിങ്ങി ആവും. അതായത് അവരിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ, അമ്മ വിട്ടിട്ട് പോകുമ്പോൾ കൊച്ചുങ്ങൾ കരയണ പോലത്തെ, അതാണ് ഈ ആങ്ഷ്യസ്. ഇത് പിന്നെ അതുപോലെ തന്നെ ഒരു ഡിസോർഗനൈസ്ഡ് വേറൊരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുണ്ട്. അത് ചെറുപ്പത്തിലെ ഇമോഷണൽ ട്രോമ അല്ലെങ്കിൽ അബ്യൂസ് ഉണ്ടായ വ്യക്തികളായിരിക്കും. അബ്യൂസ് ഉണ്ടായവർ ടോട്ടലി അവരുടെ ബ്രെയിനിൽ പ്രോപ്പർലി ഇത് വർക്ക് ചെയ്യില്ല. അത് വളരെ കോംപ്ലക്സ് സ്ട്രക്ചറാണ്. അപ്പം നമുക്ക് അവരുമായിട്ട് ഒത്തിരി പ്രോബ്ലം ഉണ്ടാവും. പ്രത്യേകിച്ച് സെക്ഷുവാലിറ്റിയുടെ കേസിലും പിള്ളേരെ വളർത്തുന്നതിനകത്തൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ മറ്റേ വ്യക്തിയുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ മനസ്സിലാക്കിയിട്ട് അതൊരു ലോങ് ടേം ഇതിലേക്ക് പോകുന്നത് നല്ലത്. ഇല്ലെങ്കിൽ ആ വ്യക്തിക്ക് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിൽ പ്രോബ്ലം ഉണ്ട്, നമുക്ക് അവരെ ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ അവരെ ഹീൽ ചെയ്യാം. പണ്ടത്തെ ട്രോമയാണല്ലോ പ്രോബ്ലം. അറ്റാച്ച്മെന്റ് സ്റ്റൈൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ പങ്കാളിക്ക് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ, അവരുടെ പാസ്റ്റ് ട്രോമയാണെങ്കിൽ നമുക്കത് ഹീൽ ചെയ്യാം. കൗൺസിലിംഗ് വഴി, സൈക്കോതെറാപ്പി വഴി ഹീൽ ചെയ്യാം. ഇത് ജനറ്റിക് അല്ലല്ലോ, ചെറുപ്പത്തിലെ കിട്ടിയതിൻ്റെ അല്ലേ. അപ്പം നമ്മൾ ഇവിടെ സോഫ്റ്റ്വെയർ ആണ് എഡിറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ഹിസ്റ്ററി എടുക്കുന്നതിൽ സൈക്കോളജിസ്റ്റുകൾ അവരുടെ ചൈൽഡ്ഹുഡ് എപ്പോഴും ചോദിക്കും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ നന്നായിട്ട് നോക്കിയോ, സ്നേഹം പ്രകടിപ്പിച്ചോ, അമ്മ അച്ഛനും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പ്രകടിപ്പിക്കണമായിരുന്നോ. അവരങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കാണിച്ചിട്ടില്ലെങ്കിൽ ഇവർ കാണിക്കില്ല ലൈഫിൽ. അതാണ് ലവ് ലാംഗ്വേജ്. നേരത്തെ പറഞ്ഞല്ലോ, ലവ് ലാംഗ്വേജസ് 5 എണ്ണം ഉണ്ട്. എന്തൊക്കെയാണ് ലവ് ലാംഗ്വേജ്? സർവീസ് അല്ലെങ്കിൽ ടച്ച്. സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു ഉപകാരം ചെയ്തു കൊടുക്കുന്നത്. പിന്നെ ടച്ച് അതുള്ളവരുണ്ട്. ടച്ച് എന്ന് പറഞ്ഞാൽ സ്പർശനം. പിന്നെ ഗിഫ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഗിഫ്റ്റ് കൊടുക്കുന്നത്. പിന്നെ ടൈം, പിന്നെ നോളജ്. ഇതൊക്കെയാണ് ലവ് ലാംഗ്വേജസ്. ഏറ്റവും കോമൺ ജനറലി ടച്ചും ടൈമാണ്. അതായത് നമ്മൾ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മളെങ്ങനെ പ്രകടിപ്പിക്കും, അത് നമ്മൾ പഠിച്ചത് നമ്മുടെ വീട്ടിൽ നിന്നാണ്. ചെറുപ്പത്തിൽ നമ്മുടെ പേരൻസ് നമ്മളെങ്ങനോട് ബിഹേവ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇഷ്ടം തോന്നുന്ന സമയത്ത് അവർ നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ കെട്ടിപ്പിടിച്ചോ, അതോ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മുടെ കാര്യങ്ങൾ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ കഥകളൊക്കെ കേട്ടോ. അപ്പോൾ അല്ല, നമ്മളിപ്പോൾ ഫസ്റ്റായിട്ട് ക്ലാസ്സിൽ നിന്ന് വന്നപ്പോൾ നമുക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു തന്നോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തു തന്നോ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇരുന്ന് പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളോ നോളജ് ഷെയർ ചെയ്തോ. അപ്പോൾ ആ 5 ലവ് ലാംഗ്വേജ്, ടച്ച്, ടൈം, ഇതെല്ലാം വരുന്നത് നമ്മൾ ചെറുപ്പത്തിലെ പഠിച്ചതും നമ്മുടെ ജനറ്റിക്കുമാണ്. ലവ് ലാംഗ്വേജ് ത്രൂ ഔട്ട് ലൈഫ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ ലവ് ലാംഗ്വേജും പങ്കാളിയുടെയും മാച്ച് ആവുകയാണെങ്കിൽ നല്ലതാണ്. മാച്ച് ആയില്ലെങ്കിൽ എന്ത് ചെയ്യണം? കോൺഷ്യസ്ലി അതിനുള്ള ആക്ഷൻ എടുക്കണം. കറക്റ്റാണ്. നമ്മുടെ ലവ് ലാംഗ്വേജ് നമ്മൾ തിരിച്ചറിയണം. പങ്കാളിയുടെ ലവ് ലാംഗ്വേജ് തിരിച്ചറിയണം, ചോദിച്ചറിയണം. എന്നിട്ട് നമ്മുടെ ലവ് ലാംഗ്വേജ് ഇതാണെന്ന് അവരോട് പറയണം. പറഞ്ഞില്ലെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല. അവരുടെ ലവ് ലാംഗ്വേജ് ചോദിച്ചറിയണം. ചോദിക്കുക, പറയുക, ഇതൊക്കെ ചെയ്യണം. എന്നെ ടച്ച് ചെയ്യണം, എന്നെ ഹഗ് ചെയ്യണം എന്ന് പറയണം. അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. അവർ നമുക്ക് ഗിഫ്റ്റ് തന്നുകൊണ്ടിരിക്കും, നമുക്ക് ഇഷ്ടമായില്ലെങ്കിൽ. ഇപ്പം എൻ്റെ ലവ് ലാംഗ്വേജിൽ ഗിഫ്റ്റ് 0 ആണ്. എനിക്ക് ആരെങ്കിലും ഗിഫ്റ്റ് തന്നാൽ എനിക്ക് ദേഷ്യമാണ്. അപ്പോൾ ആരെങ്കിലും എന്നെ ഗിഫ്റ്റ് കൊണ്ട് തന്നു കഴിഞ്ഞാൽ അപ്പം എൻ്റെ പേഴ്സണൽ ലവ് ലാംഗ്വേജ് അത്. അപ്പം അതുപോലെ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് മറ്റേ വ്യക്തിയോട് പറയാം, എനിക്ക് ഗിഫ്റ്റ് തരേണ്ട ഒരു കാര്യമില്ല, ഇത് വർക്കാവില്ല, എനിക്ക് കെട്ടിപ്പിടിച്ച് കുറേ നേരം ഇരിക്കണം എൻ്റെ ടച്ച് ആണെങ്കിൽ. സോ ആ ഒരു രീതിയിൽ നമ്മളുടെ ലവ് ലാംഗ്വേജ് പങ്കാളിയുടെ അടുത്ത് പറഞ്ഞിട്ട് ചെയ്യണം. അപ്പം ബിഫോർ മാരേജ് തന്നെ ഓപ്പൺ കമ്മ്യൂണിക്കേഷനിൽ കാര്യങ്ങളെല്ലാം വന്നാൽ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പണ്ട് ജാതകം നോക്കുന്ന പോലെ കല്യാണത്തിന് മുമ്പ് ഇത് പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആ ലവ് ലാംഗ്വേജസ് മാച്ച് ആവോ, അതേപോലെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ മാച്ച് ആവോ,
പേഴ്സണാലിറ്റി മാച്ച് ആവോ, സോഷ്യൽ സർക്കംസ്റ്റൻസ് മാച്ച് ആവോ, പ്രായം. എല്ലാവരും പറയും എല്ലാ പ്രായത്തിലും പ്രണയിക്കാം. സമ്മതിച്ചു, പ്രണയം ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം, എല്ലാം സമ്മതിച്ചു, എല്ലാം ഫ്ലൂയിഡാണ്. പക്ഷേ അതിനകത്ത് നമ്മളുടെ സ്വഭാവത്തിൽ കുറച്ച് നമ്മുടെ കാലഘട്ടം ഇപ്പം 16 വയസ്സ് ഒരാൾ 60 വയസ്സെന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ പറഞ്ഞാലും ഇനീഷ്യൽ സ്പാർക്കിൻ്റെ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോബ്ലംസ് വരും, ഒരുപാട് പ്രോബ്ലംസ് വരും. അത് മെഡിക്കൽ തന്നെ ആവാമല്ലോ, ഇഷ്ടംപോലെ ഇഷ്യൂസ് ഉണ്ടാവാം. ആക്ച്വലി ഒരു ബുക്കുണ്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ, സുഗന്ധബന്ധങ്ങൾ എന്നാണ്. ഞാൻ ഈ ബുക്ക് ഇവിടെ എടുത്തു വെച്ചത് കാണിക്കാനാണ്. സുഗന്ധബന്ധങ്ങൾ ഒരു ചെറിയ പുസ്തകമാണ്, എളുപ്പത്തിൽ വായിക്കാവുന്നതാണ്. ഈ ബുക്കിൽ ബന്ധങ്ങളെക്കുറിച്ച് നന്നായിട്ട് പറയുന്നുണ്ട്. ഇത് ഞാൻ ഒത്തിരി ഞങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതാണ്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ കല്യാണം കഴിക്കാൻ പോകുന്നവരും കല്യാണം കഴിഞ്ഞവരും പ്രായമായവർ പോലും ഇതൊന്ന് വായിച്ചാൽ നല്ലതാണ്. കാരണം ഇതിനകത്ത് ഉള്ള പോയിൻറ്റ്സ് വളരെ റെലവൻ്റാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു സീക്വലായിട്ട് ഇതിൻ്റെ ഓരോ പോയിൻറ്റ്സും വിശദമായിട്ട് പല വീഡിയോ പറയാം. കാരണം ഓരോ പോയിൻറ്റും ഒരു പറയാൻ മാത്രമുണ്ട്, അത്രയും മാത്രമുണ്ട്. ലൈഫ് അത്രയും വലുതല്ലേ, കോംപ്ലിക്കേറ്റഡ് അല്ലേ. അതെ.